ഹൃദയം എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേമ ചന്ദ്രയോട് ചോറിന് സാമ്പാർ വേണമെന്ന് പറയുന്നു. അതും പ്രേമയുടെ അമ്മ വെക്കുന്നത് പോലെയുള്ള സാമ്പാർ വെക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും ചന്ദ്രയല്ലേ, എന്ത് സാമ്പാറാണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. സാമ്പാറൊക്കെ ഉണ്ടാക്കി പ്രേമയെ കഴിക്കാനായി വിളിക്കാൻ വരുമ്പോൾ പ്രേമയെ കാണുന്നില്ല. പ്രേമയുടെ അച്ഛനും ഭർത്താവും മാത്രമേ അവിടെയുള്ളൂ. പ്രേമേച്ചി എവിടെയെന്ന് ചന്ദ്ര ചോദിക്കുന്നു. എന്നെ കൊണ്ട് സാമ്പാർ വേണമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോൾ കഴിക്കാൻ നേരം ഇവർ എവിടെ പോയി? അവൾ ചിലപ്പോൾ ഉറങ്ങിക്കാണുമെന്ന് പ്രേമയുടെ ഭർത്താവ് പറയുന്നു. അതൊന്നും പറ്റില്ല, പ്രേമേച്ചി ഇന്ന് സാമ്പാർ കൂട്ടി ചോറ് കഴിക്കണം. ഞാൻ പോയി അവരെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രേമയെ വിളിക്കാനായി ചന്ദ്ര ചെല്ലുമ്പോൾ പ്രേമ കിടക്കുന്നു. പ്രേമേച്ചി പ്രേമേച്ചി എന്ന് ചന്ദ്ര വിളിക്കുന്നു. ഉറങ്ങിയതുപോലെ കിടക്കുന്ന പ്രേമ എന്താടി നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് അമ്മയുണ്ടാക്കുന്ന സാമ്പാർ കൂട്ടി ചോറുണ്ണണമെന്ന് പറഞ്ഞിട്ട് പാടുപെട്ട് ഞാൻ അതുണ്ടാക്കി വന്നപ്പോൾ ഉറങ്ങുന്നോ? ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നീ ഉണ്ടാക്കിയില്ല. ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, അതുകൊണ്ട് വേണ്ട. ഇതുപോലെ ഓരോന്ന് പ്രേമ ചന്ദ്രയെ കൊണ്ട് ചെയ്യിച്ച് കഷ്ടപ്പെടുത്തുകയാണ്. ചന്ദ്ര അയൺ ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് പോരുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് ചന്ദ്രയുടെ ഡ്രസ്സ് കത്തിച്ചു കളയുന്നു പ്രേമ. എൻ്റെ ഡ്രസ്സ് ആരാണ് കത്തിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ പ്രേമ പറയുന്നു, ഞാൻ എൻ്റെ റൂമിൽ പോലും കയറിയിട്ടില്ലെന്ന്. പ്രേമയ്ക്ക് മനോരോഗമാണെന്ന് പറയുന്ന ചന്ദ്ര പ്രേമയുടെ അച്ഛനോടും ഭർത്താവിനോടും മനോരോഗ ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നു. ദേവിക പ്രേമയെ കാണാൻ വരുമ്പോൾ ചന്ദ്ര പറയുന്നു പ്രേമയെ മനോരോഗ ഡോക്ടറെ കാണിക്കണമെന്ന്. എന്തിന്? ഞാൻ അതിന് സമ്മതിക്കില്ല. ആദ്യം സംസാരിക്കാതെ ഇരുന്ന പ്രേമേച്ചി പിന്നീട് സംസാരിച്ചില്ലേ? അതുപോലെ പതുക്കെ ഓർമ്മയൊക്കെ തിരിച്ചു വരും. സിന്ധുവിനും ദേവികയുടെ അഭിപ്രായം തന്നെയാണ്. പ്രേമേച്ചിക്ക് ഓർമ്മ വരരുതെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ചന്ദ്ര ദേവികയോട് ചോദിക്കുന്നു. എന്താ, നീയാണോ പ്രേമേച്ചിയുടെ സ്വർണമെടുത്തത്? എന്ത് പറഞ്ഞടി എന്ന് പറഞ്ഞ ദേവിക ചന്ദ്രയെ അടിക്കുന്നു. ഇപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി, ചേച്ചിയുടെ സ്വർണമെടുത്തത് നീ തന്നെയാണെന്ന് ചന്ദ്രയോട് ദേവിക പറയുന്നു. അങ്ങനെ ദേവികയുടെ അഭിപ്രായത്തോട് ചന്ദ്രയൊഴിച്ച് എല്ലാവരും യോജിക്കുന്നു. ചന്ദ്രയോട് ദേവിക പറയുന്നു, നീയാണ് പ്രേമേച്ചിയുടെ തല കടിച്ചതെന്നും ഞാൻ വിശ്വസിക്കുന്നു. പ്രേമേച്ചിക്ക് ഓർമ്മ വരുമ്പോൾ അതുമറിയാം. ഡോക്ടർ മാലു ദേവികയുടെ വലിയമ്മയുടെ മകളാണെന്നറിയുന്ന ശരത് അക്ഷരയോട് അക്കാര്യം പറയാനായി കാണണമെന്ന് പറയുന്നു. ശരത്തുമായി സംസാരിക്കുന്ന അക്ഷരയെ വിശാൽ കാണുന്നു. നീ ആരോട് സംസാരിച്ചാലും ഇവനോട് മാത്രം സംസാരിക്കരുത്. കൊടും വിഷമാണിവൻ. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്രം അവതരിച്ച വിഷം. അക്ഷര എന്നോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറയാൻ നീ ആരാണെന്ന് ശരത്ത് ചോദിക്കുന്നു. അക്ഷരയോട് കാറിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് വിശാൽ ശരത്തിനോട് പറയുന്നു, ഇനി മേലാൽ നീ അക്ഷരയെ ഫോണിൽ പോലും വിളിക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ കൊന്നിട്ട് ജയിലിലേക്ക് പോകും. വിശാൽ പറഞ്ഞാൽ പറഞ്ഞതാണ്. വിശാലിന്റെ വാക്ക് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചതിയനായ ശരത്ത്. തങ്കച്ചിയുടെ വലങ്കയായ സ്വാമി ഇതൊക്കെ ഒളിച്ചു നിന്ന് കാണുന്നു. ശരത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒന്നിക്കിരട്ടിയാക്കി അക്ഷരയുടെ അച്ഛനായ ഡോക്ടറോട് ഫോൺ ചെയ്തറിയിക്കുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.